എല്ലാവർക്കും മാത്സിലേക്ക് സ്വാഗതം. NMMS പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനൊക്കെ വരുന്ന സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ് റിപ്പീറ്റഡ് സീക്വൻസ്, ആവർത്തിച്ച് വരുന്ന സംഖ്യാശ്രേണി എന്നുള്ളത്. അപ്പോൾ പൊതുവെ പരിചയമില്ലാത്ത ഒരു ചോദ്യരൂപമായതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊതുവായ ഒരു രീതി പഠിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് തുടരുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമയങ്ങളെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ റിപ്പീറ്റഡ് സീക്വൻസിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ 2-3 വീഡിയോസ് മാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. നോക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ടൈപ്പാണ് റിപ്പീറ്റഡ് സീക്വൻസ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നോക്കുക. ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ആകെ എത്ര സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അക്ഷരങ്ങളായിട്ടും ഗ്യാപ്പ് വരുന്ന രീതിയിലും ആകെ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് കണ്ടെത്തുക. നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 ഉണ്ട്. ഈ 12 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ 12നെ ഫാക്ടറൈസ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് പറയാം 12 × 1 എഴുതാം. 12 എന്ന് പറയുന്നത് നമുക്ക് 6 × 2 എന്നെഴുതാം. പിന്നെ 12നെ നമുക്ക് 4 × 3 എന്നെഴുതാം. ഈ 3 തരത്തിലാണ് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പം എന്തിനാണ് ഈ ഫാക്ടറൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിനെ നമുക്ക് റിപ്പീറ്റഡ് സീക്വൻസ് ആണല്ലോ പറയാം. ഒരു പ്രത്യേക ക്രമത്തിലാണ് നമ്മൾ ഈ അക്ഷരങ്ങളെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ അക്ഷരങ്ങൾ ഇതിനിടയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഓരോ സെറ്റിലും എത്ര ലെറ്റേഴ്സ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ നമ്പർ എടുത്തിട്ട് അതിനെ ഇതേപോലെ സെറ്റാക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് 4 12 ഇങ്ങനെ വരുമ്പോൾ 12ഉം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഒഴിവാക്കും. കാരണം എന്താണെന്നറിയോ, ഇത് 12ന് 1 പോയാൽ നമുക്ക് 11 വ്യത്യാസം വരും. വലിയ ഡിഫറൻസ് വരുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. 6 × 2 എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് 4 വരും. അപ്പോൾ അതിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. 4 × 3 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്ര? 1 ആണ് വരിക. അപ്പോൾ ഏറ്റവും ചെറിയ ഡിഫറൻസ് ഉള്ളതാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? ഈ ഗ്രൂപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ 4 നോക്കാം. 4 എന്ന് പറയുന്ന സമയത്ത് പിന്നെ 3 ഉണ്ട്. അപ്പോൾ 4 നമുക്ക് നോക്കാം, 3 നോക്കാം. 4 വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. 1 2 3 4 ഇവിടെയാണ് വരിക. 4 1 2 3 4 ഇവിടെ വരും. 1 2 3 4 ഇവിടെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ പറഞ്ഞ അക്ഷരങ്ങൾക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്ക് ഒന്നാമത്തെ അക്ഷരം A ആണുള്ളത്. ഇവിടെ അക്ഷരം അങ്ങനെ ഇല്ല. ഓക്കെ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ അക്ഷരം എന്തുണ്ട്? B ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ B വന്നതുകൊണ്ട് നമ്മൾക്കിവിടെ എന്ത് എഴുതി നോക്കാം? B എന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ B വന്നതുകൊണ്ട്, അതായത് മൂന്നാമത്തെ അക്ഷരം B വന്നതുകൊണ്ട് ഇവിടെ മൂന്നാമത്തെ അക്ഷരം B എന്ന് എഴുതി. അപ്പോൾ ഇവിടെയും മൂന്നാമത്തെ അക്ഷരം എന്തെഴുതി നോക്കാം? B എന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് B തരത്തിൽ കിട്ടി. പിന്നെ ഇവിടെ ഒന്നാമത്തെ അക്ഷരം എന്താണ്? A ആണ് ഉള്ളത് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ A എന്ന് എഴുതി വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ A എന്ന് നമ്മൾ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് AABA എന്ന് പറയുന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് എന്ത്, ഈ ഒന്നാമത്തെ അക്ഷരവും നമുക്ക് എന്തെഴുതാം? A എഴുതാം. അപ്പോൾ AABA എന്ന് പറയുന്ന അക്ഷരം നമുക്കിവിടെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ അപ്പോൾ ഏത് അക്ഷരം എഴുതേണ്ടി വരും? ഇവിടെ നോക്ക്. രണ്ടാമത്തെ അക്ഷരം ഇവിടെ A ആണ് വരുന്നത്. ഇവിടെയും രണ്ടാമത്തെ അക്ഷരം A ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന അക്ഷരം എന്താണ് വരിക? A എന്ന് എഴുതുക. അപ്പോൾ എന്തായി? AABA 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 എന്ന് പറയുന്ന രീതിയിൽ ഇതിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര ലെറ്റർ വരും? AB AAB എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ വരിക അല്ലേ. ഇവിടെ A വന്നു, ഇവിടെ B വന്നു, ഇവിടെ A വന്നു, ഇവിടെ A വന്നു, ഇവിടെ B വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്തൊക്കെയാണ് നോക്കൂ. ഇത് നമ്മൾ ചേർത്തതാണ്. AB AAB, അതായത് AB A പിന്നെ നമുക്ക് വരുന്നത് AB.
എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അക്ഷരങ്ങളായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്ഷരം ഈ ഓപ്ഷനിൽ നമ്മളിവിടെ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ആൻസർ വരുന്നത് എ ബി എന്ന് പറയുന്നതാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഈ പറയുന്ന അക്ഷരങ്ങളെ 4 എണ്ണമാക്കിയിട്ട് നമ്മൾ തിരിച്ചു. അക്ഷരം തിരിച്ചിട്ട് എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എ ബി എ എന്ന് കിട്ടും. ഇനി ഇതിനെ 3 ആക്കി തിരിച്ചാലും നമ്മൾക്ക് എന്ത് കിട്ടും, അതും വേറൊരു സെറ്റായിട്ട് കിട്ടും. നമുക്കത് നോക്കാം. നമുക്ക് നോക്കിക്കോളൂ. ഇവിടെ എന്താ ഉണ്ടായത്, ഡാഷ് എ ഡാഷ് എ ഡാഷ് ബി ഡാഷ് ഡാഷ് എ ഇതാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ 4 വെച്ചിട്ടാണ് ഈ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി 3 വെച്ചിട്ട് നമുക്ക് നോക്കാം എന്തായി എന്ന്. 3 വെച്ചിട്ട് പറയുന്ന സമയത്ത് എന്താ വരിക, 3 അക്ഷരം വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പ് കൊടുക്കും. 1 2 3 1 2 3 1 2 3 1 2 3. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ. ഇവിടെ വരുന്നത് എ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഫസ്റ്റിൽ വരുന്നത് ബി ആണ്, അത് ശരിയാവില്ല. പക്ഷെ ഇവിടെ എയിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇവിടെയും നമ്മൾ എ ഉണ്ടായത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് എന്തെഴുതാം, എ എന്നെഴുതാം. അപ്പോൾ എ ആയി. അപ്പോൾ എ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തെഴുതാം, എ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇനി അവിടുത്തെ നോക്കിക്കോ, ഇവിടെ ബി ആണ് ഉള്ളത്. ഇവിടെ എ ഉണ്ട്. അപ്പോൾ മുമ്പ് എന്ത് കൊടുക്കാം, ബി എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ബി എ ആയി. അപ്പോൾ ബി എ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, ബി എ ഉണ്ട്. അപ്പോൾ ബി എ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ആക്കിയിട്ട് നമ്മൾക്ക് ബി എ എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഉണ്ടോ നോക്കാം. ഇവിടെ ബി എ വരാം, ഇവിടെ എന്ത് വരാം, ബി എ വരാം. അപ്പം ബി എ ബി എ എന്ന് പറയുന്ന രീതിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. ബി എ ബി ഇതാ ഇവിടെ ആൻസർ ഉണ്ട്, ബി എ. അപ്പോൾ ഈ ചോദ്യത്തിൽ 3 എടുത്തിട്ടുള്ള സെറ്റാക്കിയാലും ആൻസർ കിട്ടുന്നുണ്ട്, 4 എണ്ണം എടുത്തിട്ടായാലും ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ 3 എടുത്തതിൻ്റെ ആൻസറാണ് ഓപ്ഷനിലുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഇതേപോലെ 2 തരത്തിൽ നമുക്ക് എഴുതണം എന്നില്ല. അപ്പോൾ 2 തരത്തിൽ എഴുതിയാലും നമുക്ക് ആൻസർ ക്ലിയർ ആണെങ്കിൽ നമ്മൾക്കതിൻ്റെ സ്കോർ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. പക്ഷേ പല ചോദ്യങ്ങളും 2 തരത്തിലും എഴുതാൻ പറ്റില്ല. ഇത് നമ്മുടെ ഭാഗ്യത്തിനാണ് 2 വിധത്തിൽ എഴുതുമ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്ന മാതിരി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പി ഡാഷ് ക്യൂ പി ഈ തരത്തിലാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഉണ്ട്. 15 15 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം. പിന്നെ 15 × 1 ആണ്, അതൊരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ 3 വെച്ച രീതിയിൽ നമുക്ക് സെറ്റാക്കി നോക്കാം. ചെറിയ നമ്പറാണ് നോക്കാം കേട്ടോ. ഇത് 5 അതിനെക്കാട്ടി വലുതായി പോയില്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, പി ഇതാ ഇവിടെ വെച്ചൊരു വര വരക്കുക, ഇവിടെയും ഒരു വര വരക്കുക, 1 2 3 ഒരു വര വരക്കുക, 1 2 3 ഈ തരത്തിൽ ലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നത് എന്താ, പി ഡാഷ് ക്യൂ പിന്നെ ഇവിടെ പി ഉണ്ടാണ്ട് ഇവിടെ ക്യൂവിൻ്റെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് 1ാമത്തേൽ 3ാമത്തേൽ 5ാമത്തേൽ പിയുടെ ടേമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ 2ാമത്തേലും 4ാമത്തേലും ആരാ ഉള്ളത്, ക്യൂവിൻ്റെ ടേമാണ് നമുക്കുള്ളത്. അതിൽ കണ്ടോളൂ, ഇവിടെ 2ാമത്തേൽ നമുക്കിവിടെ ക്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ഇവിടെ ക്യൂ എന്ന് കൊടുത്താൽ ഇത് ക്യൂ ആയി. ഈ ക്യൂവിനെ നമുക്ക് ലാസ്റ്റിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ 2ാമത്തതും 3ാമത്തതും ഒരുപോലെയായി. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ 1ാമത്തത് പി ഉണ്ട്, 2ാമത്തത് പി ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് 1ാമത്തത് പി ഉണ്ട്, നമ്മൾ 2ാമത്തതും പി കൊടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ 1ാമത്തത് പി കൊടുത്താൽ എന്ത് കിട്ടും, ഇതാ 1ാമത്തെ പി കൊടുത്താൽ പി കിട്ടും. അപ്പോൾ ഇവിടെ പി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, പി എന്ന് കൊടുത്താൽ മതി, ഇവിടെയും പി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 1 3 5 ഒരുപോലെ വന്നു, 2 4 ഒരുപോലെ വന്നു. അപ്പോൾ നമുക്ക് ആൻസർ പി എന്ന് വരിക. ആൻസർ പി ക്യൂ പി ക്യൂ നോക്കട്ടെ, പി ക്യൂ പി
പിന്നെ QP. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, 4 എണ്ണം വെച്ചിട്ടുള്ള ചെക്ക് ചെയ്യാം. 4 എണ്ണം വെച്ചിട്ടുണ്ടാകുമ്പോൾ എന്താ വരിക? 4 എണ്ണം വെക്കുക, 5 എണ്ണം വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ PPP QQ ആ മോഡലാണ് വരിക. പക്ഷേ മറ്റേത് അതിൻ്റെ ക്രമത്തിൽ വരില്ല. ഈ ഒന്നാമത്തെ ചോദ്യം പോലെ 2 തരത്തിൽ പല ചോദ്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ 3 എണ്ണം വെച്ചിട്ടാണ് അതിൻ്റെ ആൻസർ വരൽ. അടുത്ത് നോക്കിക്കോളൂ. നോക്ക്, AB ഡാഷ് A ഡാഷ് BA ഡാഷ് A ഡാഷ് BB. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട്. ആ 12 എണ്ണം കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ്, ഇവിടെ A ഉണ്ട്, B ഉണ്ട്. ഓക്കെ, 12 എണ്ണം നമുക്ക് 3 എണ്ണം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 3 എണ്ണം വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഓക്കെ, 3 എണ്ണം വെച്ചിട്ട് ഈ തരത്തിലാണ് വരിക. ഈ തരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ പറയാൻ പറ്റുമെന്ന് നോക്കിയാൽ, AB ഉണ്ട് ഇവിടെ അല്ലേ, AB ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ AB ഡാഷ് B ഉണ്ട്. അപ്പോൾ ഇവിടെ Bയെ കൊടുത്തു കഴിഞ്ഞാൽ AB B ആയി. അപ്പോൾ ഇവിടെ Bയെ കൊടുത്തു കഴിഞ്ഞാൽ AB B ആയി. പക്ഷേ ഇവിടെ അതേമാതിരി കിട്ടില്ല, AB A ആണ് ഇവിടെ വരിക. ഓക്കെ ഓക്കെ, അത് കൂടാതെ നോക്കിക്കോളൂ, ഇവിടെ AB A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും AB A എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, AB A എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ABB എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ തരത്തിൽ എഴുതുമ്പോൾ നമുക്ക് ABB, ഇവിടെയും ഇവിടെ വരുന്നത് A ഡാഷ് B എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒരേപോലെ നമുക്കിവിടെ വന്ന് കിട്ടും. നോക്കിക്കോളൂ, ഇവിടെ ABB ഉണ്ട്, പക്ഷേ ഇവിടെ ABB എഴുതാം, പക്ഷേ ഇവിടെ ABB എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ABB എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ABB വരില്ല. അപ്പോൾ ഈ 3 എണ്ണം വെച്ചിട്ടുള്ള സെറ്റ് നമുക്ക് ഇവിടെ ക്ലിയർ ആവില്ല. അപ്പം 4 എണ്ണം വെച്ചിട്ടുള്ള സെറ്റ് ആകുമ്പോഴോ നമുക്ക് നോക്കൂ, AB ഡാഷ് A ഇങ്ങനെയാണ് വരിക. അപ്പോൾ AB A ഈ തരത്തിൽ വരും. അപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ A കൊടുക്കുക, A കൊടുക്കുക, ഇവിടെ 2 B കൊടുക്കുക, ഇവിടെ 3 A കൊടുക്കുക, ഇവിടെ 3 B കൊടുക്കുക. അപ്പോൾ 1 A 1 B, നോക്കൂ, 1 A 1 B, 2 A B, 3 A 3 B. ആ തരത്തിൽ ക്രമത്തിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. AB എന്ന് പറയുന്ന ആൻസർ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ തരത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ എഴുതിയ സീക്വൻസിനനുസരിച്ചിട്ടുള്ള ആൻസർ ഇവിടെ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ നമുക്കതിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതാം. പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, ഈ ഒരേ സീക്വൻസ് മാതിരിയല്ല, മറിച്ച് ഇൻക്രീസ് ചെയ്ത് കൂടിക്കൂടി പോകുന്ന രീതിയിൽ ഇവയുടെ അക്ഷരങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ഡാഷ് സെഡ് വൈ ഡാഷ് എക്സ് ഡാഷ് എക്സ് വൈ ഡാഷ് വൈ സെഡ് എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര അക്ഷരം നോക്കുള്ളൂ? 1 2 3 4 5 6 7 8 9 10 11 12 ഉണ്ട്. 12ന് നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 എന്ന് എഴുതാം. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതേമാതിരിയാണ് നമുക്ക് സെറ്റാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, എക്സ് ഡാഷ് സെഡ്, പിന്നെ ഇവിടെ വൈ ആണ് തുടങ്ങുന്നത് അല്ലേ, പിന്നെ ഇവിടെ എക്സ് ആണ് വരുന്നത്. നോക്കിക്കോളൂ, എക്സ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വൈ വരുന്നുണ്ട്, സെഡ് വരുന്നുണ്ട്, സെഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എക്സ് ആണ്. ഇവിടെ എക്സ് വരുമ്പോൾ അടുത്തത് ഇവിടെ വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്, ഇവിടെ കഴിഞ്ഞിട്ട് സെഡ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ ഒന്നാമത്തെ അക്ഷരം മറ്റതിൻ്റെ ഒന്നാമത്തെ അക്ഷരം മറ്റതിൻ്റെ ഒന്നാമത്തെ അക്ഷരം അവയെല്ലാം ഒരേ ഓർഡറിൽ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് എക്സ് വന്നു, ഇവിടെ വൈ വന്നു, അപ്പോൾ ഇവിടെ സെഡ് കൊടുക്കുക, അപ്പോൾ ഇവിടെ എക്സ് കൊടുക്കുക, എക്സ് വൈ സെഡ് എക്സ്. രണ്ടാമത്തെ അക്ഷരം നമുക്ക് വരുമ്പം ഇവിടെ സെഡ്, രണ്ടാമത്തെ ഇവിടെ വൈ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, വൈയും എക്സും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കൊടുക്കുക? സെഡ് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ മൂന്നാമത്തെ അക്ഷരം നിങ്ങളെടുത്തോ, സെഡ് വന്നു, വൈ വന്നു, എക്സ് വന്നു, വീണ്ടും സെഡ് വന്നു. ആ ഓർഡറിലാണ് വരിക. അതായത് എക്സ് വൈ സെഡ്
വീണ്ടും എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഓർഡറിലാണ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത്, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, വൈ വന്നിട്ടുണ്ട്, ഇവിടെ എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന് മുമ്പിൽ ആര് വന്നിട്ടുണ്ടാവണം, സെഡ് വന്നിട്ടുണ്ടാവണം. എക്സിന് മുമ്പേ സെഡ് വരണം. സെഡ് വന്നാൽ ഇവിടെ ആര് വരണം, വൈ വരണം. അപ്പോൾ എന്തായി, എക്സ് വൈ സെഡ്. പിന്നെയോ വൈ സെഡ് വെച്ച് പിന്നെ തുടങ്ങി, വൈ സെഡ് എക്സ്. പിന്നെയോ സെഡ് എക്സ് വെച്ചിട്ട് അടുത്ത് തുടങ്ങി. പിന്നെ അടുത്തതോ എക്സ് വൈ വെച്ചിട്ട് തുടങ്ങി. ആ തരത്തിലാണ് ഈ നമ്പർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വൈ സെഡ് സെഡ് എക്സ്, വൈ സെഡ് സെഡ് എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതൊരു പ്രധാനപ്പെട്ട, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈ ഡാഷ് എഫ് ജി ഡെഫ് എഫ് ഡാഷ് എച്ച് ഡാഷ് ജി എച്ച് ഐ ഡാഷ് എച്ച് ഐ ജെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണുമ്പോൾ പെട്ടെന്നുള്ളൊരു ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ അക്ഷരങ്ങളെല്ലാം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എഫ് ജി വരുന്നുണ്ട്, ജി എച്ച് ഐ വരുന്നുണ്ട്, എച്ച് ഐ ജെ എന്ന് പറയുന്നതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, എഫ് എഫ് വരുന്നുണ്ട്, ജി കഴിഞ്ഞിട്ട് എഫ് എഫ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര അക്ഷരം നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണം ഉണ്ട്. 16 എണ്ണം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 4 × 4 4 വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 4 വെച്ചിട്ട് സെറ്റ് ചെയ്യാം. 4 വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കിയേ, ഇവിടെ നോക്കിയേ, എഫ് എഫ്, പിന്നെ എഫ് കഴിഞ്ഞിട്ട് എന്താണ്, ജി കഴിഞ്ഞിട്ട് എച്ച് വരുന്നുണ്ട്, എച്ച് ഐ ജെ വരുന്നുണ്ട്. അപ്പോൾ എഫ് കഴിഞ്ഞിട്ട് ഇവിടെ ജിയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, ജി കൊടുക്കാം. അപ്പോൾ എഫ് എഫ് ജി എച്ച് ഐ. ഓക്കെ, എഫ് ജി എച്ച് 2 മുതൽ എഫ് ജി എച്ച് ഐ, എഫ് എഫ് ജി എച്ച്. അപ്പോൾ ഇവിടെ ജി എച്ച് ഐ ആയില്ലത്. അപ്പോൾ ജി എച്ച് ഐ വരുമ്പം ജി ജി എച്ച് ഐ. ഇവിടെ ആരാണ് വലിയ, ഇവിടെ എച്ച് ആണുള്ളത്. എച്ച് വരുമ്പോൾ എച്ച് എച്ച് ഐ ജെ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും, ഇ ഇ ആയിരിക്കും. ഇ ഇ എഫ് ജി. കേട്ടെ, ഇ എഫ് ജി വന്നില്ലേ, എഫ് എഫ് ജി എച്ച്, എഫ് ജി എച്ച് വന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ഇ ജി ജി എച്ച്. ഒന്നാമത്താണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രയാസമുള്ളതും വ്യത്യസ്തതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അവസാനം നിങ്ങൾ ആലോചിച്ചെഴുതാനായിട്ട് ഈ ക്വസ്റ്റ്യന് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.